ഉറപ്പായിട്ടും നമ്മളെ വീട്ടില്, എന്റെ വീട്ടില്, ഭർത്താവിന്റെ വീട്ടില്, നമ്മുടെ വീട്ടിൽ. അവിടുന്ന് ആഘോഷിച്ചിട്ട് വേണം അവിടെ പോവാൻ. ഏത് പള്ളിയിലാണ് നിസ്കരിച്ച പോലെ? അല്ല, നമ്മളെ കവറടക്കുന്ന പള്ളിയിൽ വേണം പോയി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നാളെ പെരുന്നാളല്ലേ ഗൈസ്. പക്ഷേ എനിക്ക് അതുപോലെ ഡൗട്ടും വന്നു. കാരണം കല്യാണം കഴിച്ചിട്ടുള്ള ആദ്യത്തെ പുതു പെരുന്നാളാണ് ഗൈസ്. അപ്പൊ അത് ആരുമായിട്ട് ഞാൻ ആഘോഷിക്കണം? എന്റെ വീട്ടിലാണോ അത് അവളുടെ വീട്ടിലാണോ? ടോട്ടൽ കൺഫ്യൂഷൻ ആയി ഗൈസ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടുകാരത്തും കുടുംബക്കാരത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കാം. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. ഗൈസ്, അപ്പൊ നമുക്ക് ആദ്യമേ ഉമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉമ്മേ, നാളെ വലിയ പെരുന്നാളല്ലേ? അപ്പൊ ഞാൻ ഫുൾ കൺഫ്യൂഷനില്. ഫസ്റ്റ് ടൈമായിട്ടുള്ള പുതു പെരുന്നാൾ ഫസ്റ്റിനയുടെ വീട്ടിൽ ആഘോഷിക്കണോ അതോ നമ്മുടെ വീട്ടിലാണ് ആഘോഷിക്കേണ്ടത്? ഉറപ്പായിട്ടും നമ്മളെ വീട്ടില്. അത് സാധാരണ നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുന്ന പോലല്ലേ, പുതുപെരുന്നാളാണ്. അപ്പൊ എങ്ങനെ? പുതുപെരുന്നാളാവുമ്പോ ആദ്യത്തെ പെരുന്നാൾ രണ്ടുപേരും നമ്മുടെ വീട്ടിൽ ആഘോഷിച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഫസ്റ്റിനാടെ വീട്ടിൽ പോകണം. പണ്ട് മുതലേ ഉള്ളത് തന്നെ, എല്ലാവരും അവരവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് ആഘോഷിക്കുന്നത്. അത് കേരളം മുഴുവനും ഉള്ള നിയമമാണോ അതോ നമ്മുടെ ഈ കൊല്ലത്ത് മാത്രമേ ഉള്ളൂ? അതെനിക്ക് അറിഞ്ഞൂടാ. കാരണം അവളുടെ നാട്ടിൽ എറണാകുളത്ത് വേറൊരു നിയമമാണ് അവളിങ്ങനെ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ അവരുടെ വീട്ടിലോട്ട് പോകണമെന്നാണ് അവള് പറഞ്ഞത്. അതെനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ കൺഫ്യൂഷൻ ആയല്ലോ. നമുക്കിനി ഫസ്റ്റിനടുത്ത് ചോദിക്കാം. ഫസ്റ്റ് മോളെ, അപ്പൊ നാളെ വലിയ പെരുന്നാളായിട്ട് നമ്മുടെ വീട്ടിലാണോ നിങ്ങളുടെ വീട്ടിലാണോ ആഘോഷിക്കേണ്ടത്? എന്റെ വീട്ടില്. അത് നിന്റെ ആഗ്രഹമല്ല, നിയമമാണ് ഞാൻ ചോദിച്ചത്. എനിക്കാണെങ്കിൽ ഈ ഇസ്ലാമിക നിയമം എന്ന് അറിഞ്ഞൂടാ. സോ നിനക്കറിയാവുന്ന നിയമം എന്ന് പറഞ്ഞേ. ഞങ്ങളുടെ ഇവിടെ എനിക്ക് എങ്ങനെയാന്ന് പറഞ്ഞൂടാ. ഞങ്ങളുടെ അവിടെയൊക്കെ എറണാകുളത്ത് പെണ്ണിന്റെ വീട്ടില്, അതായത് തലേന്ന് നമ്മള് ഡ്രസ്സൊക്കെ ആയിട്ട്, അതായത് നമ്മള് വീട്ടിലുള്ളവർക്കൊക്കെ ഡ്രസ്സ് മേടിച്ചിട്ട് തലേ ദിവസം നമ്മള് ഡ്രസ്സായിട്ട് പെണ്ണിന്റെ വീട്ടിൽ പോയി അന്ന് അവിടെ കിടന്ന്. ഞങ്ങള് വീട്ടുകാരെ മൊത്തത്തില് അല്ല, പയ്യനും പെണ്ണും മാത്രം അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മള് അവിടെ പെരുന്നാള് കൂടും. പിന്നെ ഇതിപ്പോ ദൂരമല്ലേ, അടുത്തൊക്കെ ആണെങ്കിൽ സാധാരണ ഉച്ചയ്ക്ക് ഫസ്റ്റ്, അതായത് പുതുപെരുന്നാളിന്റെ കേസ് മാത്രം കേട്ടാ. ബാക്കി എല്ലാ പെരുന്നാളും നമ്മള് നോർമല് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ആഘോഷിച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴായിരിക്കും പെണ്ണിന്റെ വീട്ടിലേക്ക് പോകണേ. പുതുപെരുന്നാളിന് ഇങ്ങനെയാ, അതായത് ഇപ്പൊ ഫാമിലിയൊക്കെ ഇപ്പൊ ദൂരം ആയതുകൊണ്ട് വരത്തില്ല, പക്ഷെ അടുത്തൊക്കെ ആണെങ്കിൽ ഫാമിലിയും പുതുപെരുന്നാളിന് പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഫുഡ് കഴിക്കുന്നത്. ആണല്ലേ? ഉമ്മയും ഫസ്റ്റ് ടൈം നേരെ വിപരീതമാണ് പറഞ്ഞത്. നമുക്കൊരു കുഞ്ഞുമാർത്തി ചോദിക്കാം. കുഞ്ഞും, ആദ്യത്തെ പെരുന്നാള് ആരുടെ വീട്ടിലായിരിക്കണം ആഘോഷിക്കേണ്ടത്? ആദ്യത്തെ പെരുന്നാള് ഭർത്താവിന്റെ വീട്ടില്. സാധാരണ നമ്മുടെ പെരുന്നാള് കണക്കല്ലേ അത്? അതോ ആദ്യത്തെ പെരുന്നാളും അങ്ങനെ തന്നെ ആയിരിക്കണം? അങ്ങനെയല്ല, എല്ലാ പെരുന്നാളും അങ്ങനെ തന്നെ. നാളെ വരുമ്പോഴേ ആ മീശ അവിടെ കാണരുത് കേട്ടോ, മടിച്ചിട്ട് വരണം. അസ്നമോളെ, ഫസ്റ്റ് നൈറ്റ് വലിയ പെരുന്നാളായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കണോ അതോ അവരുടെ വീട്ടിലാണോ നിൽക്കേണ്ടത്? അങ്ങനല്ല, എന്താ അസർക്കായും ആദ്യമായിട്ടല്ലേ പുതുപെരുന്നാൾ. അപ്പം നമ്മളെ എപ്പോഴും നമ്മുടെ വീട്ടില് പെരുന്നാൾ കൊള്ളുന്നോണ്ട് എന്റെ ആഗ്രഹം ഇവിടെ നിന്ന് പെരുന്നാളെ കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പോകണമെന്നാണ്. നിന്റെ ആഗ്രഹമാണ്, നമ്മുടെ നിയമമല്ല. നിയമം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതിപ്പോ നിന്റെ ആഗ്രഹം മാത്രം. യെസ്, എന്റെ ആഗ്രഹം ഇതാണ്. ഓക്കേ അച്ചു, ഫസ്റ്റ് ടൈമായുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ് എന്റെ. സോ നിന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇവിടാണോ ആഘോഷിക്കേണ്ടത് അതോ അവളുടെ വീട്ടിലാണോ ആഘോഷിക്കേണ്ടത്? സാറിന് ആചാരമൊക്കെ അനുസരിച്ച് നമ്മളുടെ വലിയ പെരുന്നാള് ചെറുക്കന്റെ ഫാമിലിയായിട്ട് ആഘോഷിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ആചാരം നിനക്കറിയാവോ? പിന്നെന്ത്, ഞാൻ അതൊക്കെ പഠിച്ചിട്ടില്ല. സീരിയസ്ലി? യാ. ഓക്കെ ഓക്കെ. അപ്പൊ നിന്റെ ആഗ്രഹം? അപ്പൊ എന്റെ ആഗ്രഹവും അസർ നമ്മുടെ കുടുംബത്തോടെ ആഘോഷിച്ചിട്ട് പെൺവീട്ടിലേക്ക് ഉച്ച കഴിഞ്ഞിട്ട് തിരിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. പക്ഷെ ഇവളുടെ വീട് കൊച്ചി ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് തിരിക്കുമ്പോഴത്തേക്ക് രാത്രി പാതിരാത്രി ആയിരിക്കും അവരുടെ വീട്ടിലെത്തുന്നത്. എന്നാ ഒരു 11 മണിക്ക് തിരിച്ചോ. പിന്നെ എന്തിനാണ് ഞാൻ രാവിലെ ഇവിടെ നിൽക്കുന്നത്? രാവിലത്തെ നമ്മളെ പള്ളിയിലെ പെരുന്നാള് കൂടെ നിസ്കരിക്കണ്ടേ? പള്ളി ഏത് പള്ളിയിലാണ് നിസ്കരിച്ച പോലെ? അല്ല, നമ്മളെ കവറടക്കുന്ന പള്ളിയിൽ വേണം പോയി എല്ലാരും പൊരിച്ചമീൻ എടുത്തു. ഗൈസ്, ഇന്നലെ പൊരിച്ച മീൻ എടുത്തതിന് ഒരുത്തി കരഞ്ഞു. അതുകൊണ്ട് ഫസ്റ്റില് ഇന്ന് രാവിലെ പൊരിച്ച ഉടനെ 3 അകത്താക്കിയിട്ടാണ് ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് പൊരിച്ച മീനാ. ഞാൻ ഇന്നലെ ചോറുണ്ടാൻ വന്നപ്പോ ഒറ്റ പൊരിച്ച മീനില്ല. ആർക്കായാലും വിഷമാവും. നമ്മൾ അടുത്ത ദിവസം അതിന് പ്രതികാരം കിട്ടണം. അതിന് മോങ്ങുന്ന ഗൈസ്. ഞാനിവിടെ പുതിയ ആളാ, അപ്പൊ എനിക്ക് ഇച്ചിരി വിഷമം. ഓക്കെ, അപ്പൊ ഈ ശീലമായിക്കണം. നമ്മൾ വിഷയത്തിന് തെന്നി മറന്ന് നമുക്ക് ഈ കുടുംബ വീട്ടിലേക്ക് പോവാം. ഗൈസ്, അടുത്ത ചെറിയൊരു കോമഡി ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം വാപ്പന്മാരത്താണ് ചോദിക്കാൻ പോകുന്നത്. വാപ്പ കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചത് പോലും ഉമ്മ മറന്നുപോയി കാണുന്നത് നമ്മൾ ചോദിക്കാം. ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വന്നതാ. ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള ആദ്യത്തെ പെരുന്നാള് അത് ഉമ്മ ഓർമ്മയുണ്ടോ? അപ്പൊ അവളുടെ വീട്ടിലാണോ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അതോ നമ്മുടെ കുടുംബത്താണോ ആഘോഷിക്കേണ്ടത്? ഇവിടുന്ന് ആഘോഷിച്ചിട്ട് വേണം അവിടെ പോവാൻ. പുതുപെരുന്നാളിനും അങ്ങനെയാണോ? വീട്ടിൽ പെരുന്നാൾ കൊണ്ടിട്ടാണ് അത് കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞ് കൊച്ചിന്റെ വീട്ടിൽ
പെണ്ണിന്റെ വീട്ടിൽ പോകുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ പെരുന്നാൾ കൊള്ളണം. അപ്പൊ ഇവളുടെ വീട് കൊച്ചിയിലായതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പാതിരാത്രി ആവത്തില്ലേ? പിന്നെ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഇൻഷാല്ലാ പിന്നെ നേരത്തെ അവിടെ പോയി ഒരു പെരുന്നാൾ കൊള്ളുന്ന തക്കോണം നേരത്തെ അങ്ങ് പോകണം. അങ്ങനെയാണ് നിയമം. അങ്ങനെ നിയമം. ബൈ ബൈ പറ, ടാറ്റ പറ. ടാറ്റ ടാറ്റ. വലൈക്കും സലാം. ഗൈസ്, ഇനി നമുക്ക് വാപ്പാർത്തി വയ്ക്കാം. പെരുന്നാൾ ആഘോഷം ഇവിടെ തന്നെ. Thank you.